ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു തോരൻ. ഇന്ന് വെണ്ടയ്ക്ക കൊണ്ട് ഒരു തോരൻ വെക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. വായോ വീഡിയോയിലേക്ക്. അതിനായിട്ട് കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക് എടുത്ത് നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. വൃത്തിയാക്കി കഴുകിയെടുത്ത് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 സവാളയും എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് തോരന്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ പ്രിയ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് കാണണം കേട്ടോ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വെണ്ടയ്ക്ക തോരൻ വെക്കാനായിട്ട് 2 സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വെണ്ടയ്ക്ക ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്ത് പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. തോരന് ആവശ്യമായിട്ടുള്ള ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഒന്നെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും തേങ്ങ തിരുമിയതും ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, തേങ്ങ ഇട്ട് ഒന്ന് അടച്ചൊന്ന് ഒരു 5 മിനിറ്റ് വേകട്ടെ. അത് കഴിഞ്ഞ് ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ വെണ്ടയ്ക്ക തോരൻ. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്. പിന്നെ കാണാം.